ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഇന്ന് ഓൾറെഡി കാറിലേക്ക് വീണ്ടും വന്നു മച്ചാമാരെ. ഓൾറെഡി ഇന്നലെ രാത്രി നമ്മൾ ലൈവ് എടുത്തോണ്ടിരുന്നപ്പോൾ കറണ്ട് ഇവിടെയാണെങ്കിൽ നല്ല കാറ്റും മഴയും, അത് കാരണം നമ്മുടെ എല്ലാം പോയി. അതായത് മരമൊക്കെ വീണിട്ട് കറണ്ടും പോയി, വൈഫൈയും പോയി, എല്ലാം പോയി മച്ചാമാരെ. അപ്പൊ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ വെട്ടമുള്ളപ്പോൾ നമുക്ക് വീഡിയോ സെറ്റ് ആക്കാന്ന് വെച്ചു മച്ചാമാരെ. അപ്പൊ നമ്മൾ ഇന്ന് പറയുമ്പോൾ ഓൾറെഡി ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഡ്രോപ്പ് അതുപോലെ ഡെയിലി ഗെയിം, പിന്നെ റൊണാൾഡോന്റെ കാര്യം, ഷോർട്ട് ടൈം, നാളെ വരുന്ന പാക്ക്, മാനേജേഴ്സ്, അംബാസഡേഴ്സ് എല്ലാം മാറാൻ പോവാണ്. ഓൾറെഡി മാസ്റ്റർ ലീഗ് കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ മച്ചാമാരെ അതെല്ലാം നമ്മളൊരു വീഡിയോ ചുരുക്കി എന്തായാലും നമ്മൾ വീഡിയോ ആക്കാന്ന് വെച്ചപ്പോൾ മച്ചാമാരെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി മച്ചാമാരെ ഞാൻ വിചാരിക്കുന്ന കുറെ പേര് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് ലൈവിൽ നമുക്ക് റാങ്ക് പുഷും കൂടെ ആഡ് ചെയ്തല്ലോ. അപ്പോൾ ഞാൻ ഇതുവരെ റാങ്ക് പുഷ് അത് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു സജഷൻ ജസ്റ്റ് കമന്റ് ചെയ്യാൻ നമുക്ക് എന്തായാലും സെറ്റ് ആകും. ഇന്നലെ പെട്ടെന്ന് ലൈവ് നിർത്തേണ്ട ഒന്ന് കറണ്ടും പോയതുകൊണ്ട് ആ പണിയായി. അപ്പോൾ മച്ചാമാരെ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ആദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും വോട്ടിംഗ് ക്യാമ്പയിന് റൊണാൾഡോന്റെ കാർഡ് കൊടുത്തായിരുന്നു. അപ്പോൾ മച്ചാമാരെ കുറെ ഒരു റിയാലിറ്റി ഉണ്ട്. അതായത് പലരും റൊണാൾഡോന്റെ കാര്യം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം കൊണ്ടാണ്. അതായത് ഇപ്പൊ ഞാനൊരു മെസ്സി ഫാൻ ആയ കൂടി ഞാൻ റൊണാൾഡോന്റെ ആ ഒരു കാർഡ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് 2008. അപ്പൊ എല്ലാവരും മിക്ക ആൾക്കാരും മെസ്സിയുടെ കാർഡിനും വെയിറ്റിംഗ് ആണ് 2012 മോഡൽ അങ്ങനെയും പറയുന്നുണ്ട്. അപ്പം കുറെ പേര് ഗൈസ് നിങ്ങൾക്കറിയാലോ ക്രിസ്ത്യാനോ റൊണാൾഡോ കറക്റ്റ് അടിച്ചാലാണ് നമ്മുടെ ഈ ഫുട്ബോൾ ഇപ്പൊ കറക്റ്റ് ആയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ അവർ ആ കാർഡ്. അപ്പം മച്ചാമാരെ നിലവിൽ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നാഷണൽ കാർഡാണ് വരാൻ ചാൻസ്. അപ്പം നിലവിൽ മച്ചാമാരെ നമുക്ക് എല്ലാവരും വെയിറ്റിംഗ് ആയതുകൊണ്ട് ഇപ്പൊ ഒരു ഡാറ്റാബേസിൽ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാല് മച്ചാമാരെ ഷോർട്ട് ടൈം ആയിട്ട് ഈ ഒരു കാർഡായിരിക്കും ചിലപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്നത്. അതായത് റൊണാൾഡോന്റെയും ന്യൂനോ മെൻഡസിന്റെയും പിന്നെ നമ്മുടെ വിറ്റ്നഹന്റെ ഈ ഒരു ടൈപ്പ് കാർഡായിരിക്കും ചിലപ്പോൾ വരാൻ പോണേ. പിന്നെ മച്ചാമാരെ നമുക്കറിയാം ഇത് കഴിഞ്ഞ പ്രാവശ്യം തൊട്ടേ വരുന്ന ഒരു സാധനമാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മോഡ് എന്ന് പറഞ്ഞ് മാസ്റ്റർ ലീഗേ അല്ല ചെറിയൊരു രീതിയിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളും ആഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മോഡ് എന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ നമ്മുടെ ഡെയിലി ഗെയിം നിങ്ങൾക്കറിയാം ഈ ഒരു വ്യാഴാഴ്ച നമ്മുടെ ഡെയിലി ഗെയിം കഴിയാണ്, 31-ാം തീയതി കഴിയാണ്. കുറെ പേര് ഇപ്പോഴും എടുക്കാത്തവരുണ്ട്, ഡ്രോപ്പ് കിട്ടാത്തവരുണ്ട്. നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഡ്രോപ്പ് കിട്ടിയിട്ടെങ്കിലും അല്ലെങ്കിൽ കുറെ പേർക്ക് 5 ഹൈലൈറ്റ് ഒരു എപ്പിക്കാർഡ് കിട്ടിയവരുണ്ട്. എനിക്കാണെങ്കിൽ ഇനി ക്യാൻറ്റീൻ കൂടെ മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നുന്ന വെച്ചാൽ എനിക്ക് ഇത് ഉറപ്പില്ല. അതായത് മിക്കവാറും ചിലപ്പോൾ ഈ ഒരു ഡെയിലി ഗെയിം ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓഗസ്റ്റ് ഒരു 14 കണ്ട് 2 ആഴ്ചയും കൂടെ ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറെ പേർക്കും കൂടെ ആ ഒരു ഡെയിലി ഗെയിം കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പം നിലവിൽ ഇപ്പോൾ ഇവർ പറയുന്നത് നമ്മുടെ റൊമാരിയോ, റോബർട്ടോ കാർലോസ്, കസിലിയസ് തന്നെ ആയിരിക്കും ആഡ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇവരിപ്പോൾ പറയുന്നത് നമ്മുടെ ഹെൻറിന്റെ ഒരു കാർഡും കൂടെ ചിലപ്പോൾ നമ്മുടെ ഡെയിലി ഗെയിമിലേക്ക് വന്നേക്കാം. പിന്നെ മച്ചാമാരെ ഉറപ്പായിട്ട് നമ്മുടെ ഡോർമെന്റിന്റെ ഒരു ഇതുപോലെ ഒരു മാനേജർ പാക്ക് ഉറപ്പായിട്ടും കൺഫേം ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ ബാർസലോണ കുറച്ച് പേര് ഇന്നലെ ചോദിച്ചായിരുന്നു ബാർസലോണന്റെ സ്റ്റേഡിയം ശരിക്കും നമുക്ക് ഈ ഫുട്ബോൾ ഇല്ല. അപ്പം ചിലപ്പോൾ അത് ഇതുവരെ അവർ കൺഫേം ആക്കിയിട്ട് പോലില്ല. ബാർസലോണന്റെ ഒരു സ്റ്റേഡിയവും അതേപോലെ ഇതുപോലെ ഒരു റാഷ്ഫോർഡിന്റെ കാർഡ് നമ്മുടെ ഓൾറെഡി ലൈസൻസിൽ ഉള്ളതായതുകൊണ്ട് ചിലപ്പോൾ വരാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അതേപോലെ മച്ചാമാരെ നിങ്ങൾക്കറിയാം നമ്മൾ നിലവിൽ ഇപ്പൊ മച്ചാമാരെ 2 കാർഡുകളാണ് അംബാസഡേഴ്സ് ആയിട്ട് വരാൻ പോണത്. അതായത് ഒന്ന് നമ്മുടെ മെസ്സിയുടെ കാർഡും എന്താ പറയുക നെയ്മറിന്റെ 1500 കാർഡും പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സുവാരസിന്റെ കാർഡും യമാലിന്റെ കാർഡും ആയിരിക്കും 1500 പകരമായിട്ട് വരാൻ പോകണം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എടുക്കുന്നവർ കമന്റ് ചെയ്യുക. എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ MSN കൂടെ കറക്കിയതുകൊണ്ട് മിക്ക ആൾക്കാരും ഞാൻ കാർഡും കാര്യങ്ങളും ഇനി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പം മിക്കവാറും ആ ഒരു കാർഡായിരിക്കും ആഡ് ആക്കുക. അപ്പം മച്ചാമാരെ നിങ്ങൾ എന്തായാലും ഡാറ്റയൊക്കെ ലിങ്ക് ചെയ്ത് നോക്കുക. കാരണം നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 14 ആ ഒരു ദിവസത്തേക്ക് ഈ ഫുട്ബോൾ തുറക്കാൻ പറ്റില്ല എന്നാണ് പറയാൻ പറ്റില്ല. ചിലപ്പം ഇവരായതുകൊണ്ട് ചിലപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും തുറക്കാൻ പറ്റുമായിരിക്കും. കാരണം നല്ലൊരു മെയിൻ്റെനൻസ് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നല്ലൊരു പ്രതീക്ഷയുണ്ട് ഇപ്രാവശ്യത്തെ നമ്മുടെ അപ്ഡേറ്റിൽ. കാരണം കൊനാമിയുടെ മാനേജർ മാറിയിട്ടുണ്ട്. അപ്പം നല്ലൊരു പ്രതീക്ഷയുണ്ട്, അവർ അലിവുള്ള ആശാനാണെന്ന്. അപ്പം എന്തായാലും മച്ചാമാരെ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഇപ്പം എത്ര കോയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. മച്ചാമാരെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മൾ ഓൾറെഡി നമ്മുടെ റിവ്യൂ കാര്യങ്ങളും ഇന്നലെയും കൂടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു ബെബേറ്റോടെ ഒരു റിവ്യൂ ചെയ്യണം. അപ്പൊ അങ്ങനെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലാണ് ഇടുന്നത്, റിയൽ സെഞ്ചു ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങളെല്ലാവരും ആ ഒരു ചാനലും കൂടെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ വിചാരിച്ചു അതെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് കുഴക്കണ്ടെന്ന് വിചാരിച്ചപ്പം ഇത് നമുക്ക് ഇങ്ങനെയാക്കാം, അത് അങ്ങനെയാക്കാം. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.